ഈ മാസപ്പടി അഴിമതി കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ചർച്ചയായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരുന്ന ആ സമയം മുതൽ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് എന്ന്. ഇന്ന് ഇ ഡി പുറത്തുവിട്ടിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇതിനു മുമ്പ് സൂചന രൂപേണ ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും വ്യക്തമായ ആധികാരികമായി പറയാൻ കഴിയുന്ന തലത്തിലേക്ക് ഇപ്പോഴാണ് എത്തിയിട്ടുള്ളത്. ഇതിൽ ഹവാല ഇടപാട് നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഹവാല ഇടപാടിലൂടെ പണ കൈമാറ്റം നടന്നിരിക്കുന്നുവെന്ന് ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകളെ സംബന്ധിച്ച് ആരോപണമുയരുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ ദിവസം റിയാസ് അടക്കമുള്ളവരുടെ പ്രതികരണം ഞാൻ കേട്ടത് വീണ ഒരു വ്യക്തിയാണ്, അവർക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന നിലയിലാണ്. ഇന്ന് ഈ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് അവർ സമാഹരിച്ചിട്ടുള്ള പണം മുഴുവൻ അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത് അവരുടെ അച്ഛൻ അല്ലെങ്കിൽ പിതാവ് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു എന്നതും ഭർത്താവ് ഈ സംസ്ഥാന മന്ത്രിയായിരുന്നു എന്നതും കൊണ്ടാണ്. നാളിതുവരെ ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നിട്ട് CPM-ന്റെ ഒരു നേതാവ് ഇത് ശരിയല്ല, ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയാൻ കഴിയില്ല. കാരണം ഇവരെല്ലാവരും ഒന്നുകിൽ പങ്ക് പറ്റിയവരാണ് അല്ലെങ്കിൽ ഭയം പിടികൂടിയവരാണ്. പിണറായി വിജയന്റെ മകളുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സ്, അതായത് അവർ കൈകൊണ്ട് എഴുതിയ കണക്കുകളുടെ കണക്ക് അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. അതിൽ കോടിക്കണക്കിന് രൂപ, 20 കോടിയിലേറെ രൂപ ഹവാല ഇടപാട് വഴി ട്രാൻസ്ഫർ ചെയ്തതായി അവർ കണ്ടെത്തിയിരിക്കുന്നു. ദുബായിലേക്ക്, വിദേശത്തേക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തിയിരിക്കുന്നു. ഇനിയും അങ്ങേക്ക് കൈകൾ ശുദ്ധമാണ് എന്ന് മലർത്തി പറഞ്ഞുകൊണ്ട് CPM പാർട്ടി കമ്മിറ്റിയിൽ വേണമെങ്കിൽ പറയാം. പക്ഷെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പറയാൻ കഴിയില്ല. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മന്ത്രി മുഹമ്മദ് റിയാസും ഇന്നത്തെ MLA യുമായ മുഹമ്മദ് റിയാസും കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മറുപടി പറയണം.